ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതമിൽ വരുന്ന 4th മൊഡ്യൂളിൻ്റെ സാറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൂലിയൻ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം. ഇത് ഡയറക്റ്റ് സിലബസിലില്ല, പക്ഷേ ക്ലിക്ക് പ്രോബ്ലം നമ്മൾ NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സാറ്റിൻ്റെ ആവശ്യം വരും. അപ്പോൾ സാറ്റ് എന്താണെന്ന് നോക്കാം. ഇതും കൂടി നോക്കിയിട്ട് വേർട്ടെക്സ് കവർ പ്രോബ്ലമും ക്ലിക്ക് പ്രോബ്ലമും NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ സാറ്റ് എന്ന് പറയുന്നത് ബൂലിയൻ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലമാണ്. ഇതിൽ നമ്മൾ ആക്ച്വലി ഒരു ബൂലിയൻ ഫോർമുല കൊടുക്കും ആൻഡ് ആ ബൂലിയൻ ഫോർമുലേനെ നമ്മൾ ട്രൂ ആക്കണം ബൈ അസൈനിങ് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ടു ഇറ്റ്സ് വേരിയബിൾസ്. ബൂലിയൻ ഫോർമുല എന്ന് പറയുമ്പോൾ അതിൽ കുറേ വേരിയബിൾസ് ഒക്കെ കാണും, ABC അങ്ങനെ വേരിയബിൾസ് ഒക്കെ കാണും, പിന്നെ അതിൻ്റെ നെഗേഷൻസ് ഒക്കെ കാണും. അപ്പോൾ അതിന് ആ ഫോർമുലയിലുള്ള ആ ഒരു വേരിയബിൾസ് അല്ലെങ്കിൽ ആ ലിറ്ററൽസിന് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് കൊടുത്ത് ആ ഒരു ഫോർമുലേനെ നമ്മൾ ട്രൂ ആക്കണം. അതാണ് ബൂലിയൻ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം. ഈ ബൂലിയൻ ഫോർമുല കണ്ടെയ്ൻസ്, ഒരു ബൂലിയൻ ഫോർമുലയിൽ വേരിയബിൾസ് കാണും, സജസ് ABC അങ്ങനെ വേരിയബിൾസ് കാണും, പിന്നെ ഓപ്പറേറ്റേഴ്സ് കാണും. ഇതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ആൻഡ്, ഓർ, നോട്ട്. ഇതൊക്കെ ആൻഡിൻ്റെ സിമ്പിൾ ഇതാണ്, ഓർ V ആണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്സൈഡ് ഡൗൺ ആണ് ആൻഡിൻ്റെ സിമ്പിൾ വരുന്നത്. പിന്നെ നോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുന്ന സിമ്പിളാണ്. അപ്പോൾ ഒരു ബൂലിയൻ ഫോർമുലയിൽ വേരിയബിൾസ് കാണും, ഇങ്ങനെ ഓപ്പറേറ്റേഴ്സും കാണും. അപ്പോൾ ആ വേരിയബിൾസിന് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് അസൈൻ ചെയ്തിട്ട് ആ ഒരു ഫോർമുലേനെ ട്രൂ ആക്കണം. ഇപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ആ ഒരു ഫോർമുല സാറ്റിസ്ഫയബിൾ ആണ്. ട്രൂ അല്ല എങ്കിൽ, ഫോൾസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഫോർമുല അൺസാറ്റിസ്ഫയബിൾ ആണ്. ഇതാണ് സാറ്റ് പ്രോബ്ലം. ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ അസൈൻമെൻറ്റ് ഓഫ് വാല്യൂസ് ദറ്റ് മേക്സ് ദ ഹോൾ ഫോർമുല ട്രൂ, ദ ഫോർമുല ഈസ് സാറ്റിസ്ഫയബിൾ. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഫോർമുലയിൽ കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റ് ഓഫ് ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനെങ്കിലും ആ ഹോൾ ഫോർമുല ഫുള്ള് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ആ ഒരു ഫോർമുല സാറ്റിസ്ഫയബിൾ ആണ്. ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ സാറ്റിസ്ഫയബിൾ അല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അതിൽ ഒരു ട്രൂ വാല്യൂ എങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫയബിൾ ആണ്. ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ അസൈൻമെൻറ്റ് ഓഫ് വാല്യൂസ് ദറ്റ് മേക്സ് ദ ഹോൾ ഫോർമുല ട്രൂ, ദ ഫോർമുല ഈസ് സാറ്റിസ്ഫയബിൾ. ഇഫ് നോ ആർഗ്യുമെൻറ്റ് മേക്സ് ഇറ്റ് ട്രൂ, ഇറ്റ് ഈസ് അൺസാറ്റിസ്ഫയബിൾ. അറ്റ്ലീസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റെങ്കിലും അതിന് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫയബിൾ ആണ്, അല്ലെങ്കിൽ അൺസാറ്റിസ്ഫയബിൾ ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ A ഓർ B എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇപ്പോൾ Aക്ക് ഞാൻ ട്രൂ ആണ് കൊടുക്കുന്നത്, പിന്നെ Bക്കും ട്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ട്രൂ വാല്യൂ കിട്ടും. പിന്നെ Aക്ക് ട്രൂ, Bക്ക് ഫോൾസ് കൊടുത്താലും എനിക്ക് ട്രൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഇൻപുട്സിനെങ്കിലും എനിക്ക് ട്രൂ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഫോർമുല സാറ്റിസ്ഫയബിൾ ആണ്. ഇനി A ആൻഡ് A നോട്ട്, ഈ സിമ്പിൾ നോട്ടിൻ്റെയാണ്. അപ്പോൾ A ആൻഡ് A നോട്ട് ചെയ്യുമ്പോൾ Aക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും അതിന് ഫോൾസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ Aക്ക് 0 കൊടുക്കുവാണെങ്കിൽ 0 ആൻഡ് 1 ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. Aക്ക് 1 കൊടുക്കുമ്പോൾ 1 ആൻഡ് 0 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന എല്ലാ ഇൻപുട്സിനും നമുക്ക് വാല്യൂസ് 0 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമുല അൺസാറ്റിസ്ഫയബിൾ ആണ്. ബട്ട് ഈ ഒരു ഫോർമുല A ഓർ B എന്ന് പറയുന്നത് സാറ്റിസ്ഫയബിൾ ആണ്. ബിക്കോസ് ഇതിൽ ഫോൾസ് വരുന്നത് AB രണ്ടിനും ഫോൾസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഫോൾസ് വരുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതിൽ Aക്ക് 1 കൊടുത്താലോ അല്ലെങ്കിൽ Bക്ക് 1 കൊടുക്കുമ്പോഴും നമുക്കിതിൽ ട്രൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല സാറ്റിസ്ഫയബിൾ ആണ്, ഈ ഒരു ഫോർമുല അൺസാറ്റിസ്ഫയബിൾ ആണ്. അപ്പോൾ ഇതാണ് സാറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 സാറ്റ് പ്രോബ്ലമാണ്. ഓക്കെ, 3 സാറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സാറ്റ് പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ആൻഡ് ഇതിനെ നമ്മൾ CNF ഫോമിലായിരിക്കും എഴുതുന്നത്, കൺജക്റ്റീവ് നോർമൽ ഫോം. ആ ഒരു ഫോമിലായിരിക്കും ഈ 3 സാറ്റ് പ്രോബ്ലത്തിനെ നമ്മൾ എഴുതുന്നത്. ആൻഡ് ഇതിൽ 3 സാറ്റ് പ്രോബ്ലം, ദ നെയിം ഇറ്റ്സെൽഫ് സീസ്, ഇതിൽ 3 ക്ലോസസ് കാണും. ആൻഡ് ഓരോ ക്ലോസസിൻ്റെ അകത്തും അറ്റ് മോസ്റ്റ് നമുക്ക് 3 ലിറ്ററൽസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ലിറ്ററൽസിനെ നോർമൽ ഫോമിൽ യൂസ് ചെയ്യാം, അതിൻ്റെ നെഗേഷൻ ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3 SAT is a special case of SAT where the Boolean formula is written in CNF and each clause contains exactly or at most 3 literals. ഒരു ലിറ്ററൽ എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻ ആവാം. ഇപ്പോൾ ഫോം ഓഫ് 3 സാറ്റിൻ്റെ ഒരു ഫോമാണ് ക്ലോസ് 1, അതിൽ അറ്റ്മോസ്റ്റ് 3 ലിറ്ററൽസ് വരാം. ആൻഡ് ക്ലോസ് 2 അതിൽ 3 ലിറ്ററൽസ് വരാം. ആൻഡ് ക്ലോസ് 3 അതിൽ 3 ലിറ്ററൽസ് വരാം. ഇനി ഈ ക്ലോസിൻ്റെ പുറത്തുള്ളത്, ഓരോ ക്ലോസിൻ്റെ ഇടയ്ക്കുള്ളത് ആൻഡ് ഓപ്പറേഷനാണ്. ഇനി ക്ലോസിൻ്റെ അകത്ത് ഓരോ ലിറ്ററൽസിലെ ആ ലിറ്ററൽസ് തമ്മിലുള്ള ആ ഒരു ഓപ്പറേഷൻ ഓർ ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ക്ലോസിൻ്റെ അകത്തും ഓർ ഓപ്പറേഷൻ, ഇനി ക്ലോസ് തമ്മിലുള്ളത് ആൻഡ് ഓപ്പറേഷനാണ്. അങ്ങനെ നമുക്ക്
സാറ്റ് പ്രോബ്ലത്തിൽ 3 ക്ലോസസ് കാണും ആൻഡ് ഓരോ ക്ലോസസിൻ്റെ അകത്തും അറ്റ്മോസ്റ്റ് 3 ലിറ്ററൽസ് വരെ കാണും. ക്ലോസസിൻ്റെ ഇൻസൈഡ് നമ്മൾ ചെയ്യുന്നത് ഓറാണ്, ക്ലോസസിൻ്റെ പുറത്ത് ചെയ്യുന്നത് ആൻഡ് ആണ്. ഇനി ഈ ഒരു ഫോർമുലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് കൊടുക്കുമ്പോഴെങ്കിൽ നമുക്ക് ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഫോർമുല സാറ്റിസ്ഫൈബിളാണ്, അല്ലെങ്കിൽ അത് അൺസാറ്റിസ്ഫൈബിളാണ്. ഈച്ച് ക്ലോസ് ഹാസ് അറ്റ്മോസ്റ്റ് 3 ലിറ്ററൽസ്, സോ ഇറ്റ് ഈസ് എ 3 സാറ്റ് ഫോർമുല. ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ചെക്ക് വെദർ ദർ എക്സിസ്റ്റ് ആൻ അസൈൻമെൻറ്റ് ഓഫ് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ദറ്റ് മേക്സ് ഓൾ ക്ലോസസ് ട്രൂ. ഇതെല്ലാത്തിനെയും ട്രൂ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് 3 സാറ്റ് പ്രോബ്ലത്തിൻ്റെ ഗോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വെർട്ടെക്സ് കവർ പ്രോബ്ലം NP കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. താങ്ക്